ഭരിച്ച സർക്കാരുകൾക്ക് സാധിക്കാത്തതാണ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇടത് വലത് പാർട്ടികളടക്കം മാറി മാറി ഭരണം നടത്തി. നാടിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവരെ കൊണ്ട് സാധ്യമാക്കാൻ കഴിയാത്തിടത്താണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വെറും 10 വർഷം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കിയെടുത്തിരിക്കുന്നത്. NDA കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് വാചാലനായി സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും. പതിറ്റാണ്ടുകൾ മാറി മാറി ഭരിച്ച കോൺഗ്രസ് ഇടത് സർക്കാരുകൾക്ക് സാധ്യമാകാത്ത അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വെറും 10 വർഷം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കിയത്. ഭാവിക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ തന്നെ മാത്രമേ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ വന്നാൽ മാത്രമേ സാമ്പത്തിക മേഖല സജീവമാകുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഹൈവേകൾ, തുറമുഖങ്ങൾ, റെയിൽവേകൾ, അതുപോലെ വ്യവസായ ഇടനാഴികൾ തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഭാവിയെ മുന്നിൽ കണ്ടൊരു കേരളത്തെ കെട്ടിപ്പടുക്കുകയാണ് NDA സർക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വികസിത കേരളം യാഥാർത്ഥ്യമാകാൻ വേണ്ടത് ഭാവിയെ മുൻകൈ എടുത്തുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് എന്നതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 17 പേർക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, M വിൻസെന്റ് MLA, ശശി തരൂർ MP ഉൾപ്പെടെ 17 പേർക്കാണ് വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന പരാതികളടക്കം ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിനും ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. അതേസമയം VD സതീശൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രിയായ മന്ത്രി VN വാസവൻ എന്നിവർ മാത്രമാണ് സംസാരിക്കുക. ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലായിരുന്നു. M വിൻസെന്റ് MLA മാത്രമായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. സർക്കാർ വാർഷികം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിനാലാണ് വിളിക്കാത്തതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. വിഷയം പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെ തന്നെ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് അയക്കുകയായിരുന്നു പിന്നീട്. എന്നാൽ കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് വിഴിഞ്ഞത്തുണ്ട്, ആ ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കത്ത് പോലും അപമാനിക്കുന്നതിനുള്ള ശ്രമമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുപോലെ തന്നെ ട്രയൽ റണ്ണിനും പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന് 400 മീറ്റർ നീളവും അതുപോലെ തന്നെ 61.5 മീറ്റർ വീതിയും 24,116 കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. 15 മുതൽ 17 മീറ്റർ വരെയാണ് കപ്പലിന്റെ ആഴമെന്ന് പറയുന്നത്. നിർമ്മാണ കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരവുമായി അറിയപ്പെട്ടിരുന്ന പാരീസിലെ ഈഫൽ ഗോപുരവുമായി താരതമ്യം ചെയ്താൽ അതിനേക്കാൾ നീളമുള്ള കപ്പലാണിത്. ഈഫൽ ടവറിന് 324 മീറ്റർ ആണ് നീളമെങ്കിൽ സെലസ്റ്റിനോ മെരിക്കോ മദർഷിപ്പിന് 400 മീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഒരു തുറമുഖ ഉദ്ഘാടനത്തിന് ഇത്രയും വലിയ കപ്പൽ വരുന്നത് ഇതാദ്യമായിരുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി നാടിനായി സമർപ്പിക്കുന്നത്. ഇന്ത്യയുടെ വാണിജ്യ കവാടമായി 2024 ജൂലൈ 11 തീയതി മുതലാണ് വിഴിഞ്ഞം തുറമുഖം ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയതെങ്കിൽ പോലും 2024 ഡിസംബർ 3 മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതുവരെ 285 കപ്പലുകളിൽ അതിൽ നിന്നായി 5,93,000-ലധികം ഫുഡ് ഇൻക്വസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാപിത ശേഷിയുള്ള 110% വരെ വിനിയോജ്യമെന്ന നേട്ടവും ഇതിനിടെ തുറമുഖം കൈവരിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്ത് തുറമുഖങ്ങളിൽ ചരക്കു നീക്കങ്ങളിൽ 1-ാം സ്ഥാനത്തും പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്യുന്ന തുറമുഖമെന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC തുർക്കിയ ഉൾപ്പെടെയുള്ള പൊൻതൂവലുകൾക്ക് പുറമെ MSCയും യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസായ ജേഡ് സർവീസും വിഴിഞ്ഞത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തുറമുഖത്തിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് 45 കോടി രൂപയാണ് GST ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. ആഴമേറിയ ഭാവി നിലവിലെ ധാരണ പ്രകാരം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ ഉൾപ്പെടെ 2028 ഡിസംബറിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് കമ്പനി സമ്മതിച്ചിരിക്കുന്നതും.
ഇതോടുകൂടി തന്നെ തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയി വർദ്ധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.